രോഗം വരാനുള്ള കാരണങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ സ്ലൈഡിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സ്ട്രെസ് നമ്മൾ എത്രയൊക്കെ ഇപ്പം പരീക്ഷയ്ക്ക് നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ പഠിച്ചതൊക്കെ നമ്മൾ മറന്നുപോകും അല്ലെ. സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പെർഫോമൻസ് ജോലിയിൽ നമുക്ക് അധികമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾക്ക് അത്രയും ഒരു എന്താണ് നമ്മളുടെ ആ ഒരു നമ്മൾക്കുള്ള കഴിവിനനുസരിച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓരോരോ മത്സരത്തിലോ കായികപരമായിട്ടുള്ള മത്സരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴത്തേക്കും സ്ട്രെസ് നമ്മൾ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് അവിടെ നൽകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സ്ട്രെസ്സിനെയും കൂടി ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇതിലൊക്കെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് നമുക്ക് ഇതെല്ലാം ബ്രെയിനെ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രെസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ അധികമായിട്ട് ഇപ്പം സ്ട്രെസ്സിൽ ഏർപ്പെടുമ്പോഴത്തേക്കും ഇപ്പൊ പരീക്ഷ പേടി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ഉണ്ടാവുക, ഇത്തരത്തിൽ ഇന്റർവ്യൂ ബോർഡിനെ സമീപിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സാണ്. അപ്പൊ അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ. ആ ഹോർമോണാണ് നമ്മളുടെ രക്തയോട്ടം കൂട്ടുന്നു, ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, ഓർമ്മശക്തി കുറയ്ക്കുന്നു, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്, ഹൃദയത്തിന്റെ ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളത്, ബ്ലഡ് പ്രഷർ കൂട്ടുന്നത് ഒക്കെ ആയിട്ടുള്ളത് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന സന്ദർഭങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ക്രമം നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം. ഈ നമ്മൾ ആദ്യം പറഞ്ഞ കോർട്ടിസോളിന്റെ അളവാണ് വളരെ കൂടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് സ്ട്രെസ്, ആള് പിന്നീട് കാലക്രമേണ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിപ്രഷനിൽ എത്തിയിരിക്കുന്ന ഒരാൾക്ക് ഫൈറ്റ് സ്ട്രെസ് കൊണ്ട് കാര്യമില്ല. ആദ്യമുള്ള ഘട്ടങ്ങളിൽ ഇപ്പൊ തന്നെ പത്രത്തിൽ അല്ലെ ഒരു സമയത്ത് ഫുള്ള് നമുക്ക് സൂയിസൈഡ് വാർത്തയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്ന ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളതായിരുന്നു. അപ്പൊ എന്താണ് ആ സ്ട്രെസ് അവർക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി അവർക്ക് ഇല്ല. അപ്പൊ 18 വയസ്സിന് മുകളിലുള്ളവർക്കും ഒക്കെ നമുക്ക് ഫൈറ്റ് സ്ട്രെസ് നൽകാവുന്നതാണ്. നമ്മളുടെ ആ ഒരു സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാനായിട്ട് സമീപിക്കാനായിട്ടുള്ള ആ ഒരു ശക്തിയാണ് നമ്മളുടെ ഫൈറ്റ് സ്ട്രെസ് കൂട്ടുന്നത്. സ്ട്രെസ് ടോളറൻസ് ശക്തിയാണ് ഇത് കൂട്ടുന്നത്. ഇതില് ചേർന്നിട്ടുള്ളതാണ് അമുക്കുരു എന്ന് പറഞ്ഞിട്ടുള്ളത്. അമുക്കുരു നേരിട്ട് ബ്രെയിനിലാണ് അതിന്റെ കർമ്മമുള്ളത്. അമുക്കുരു ഇതിൽ ചേർന്നിട്ടുണ്ട്. തിപ്പലി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രോഗവാഹിയായിട്ടുള്ള തിപ്പലി ഇതിൽ ചേർന്നിട്ടുണ്ട്. ചിറ്റമൃഗം ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ തിപ്പലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ നമ്മുടെ ഇമ്മ്യൂണോ 3+ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു IBS പോലുള്ള പ്രശ്നം, അതായത് എപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് വെളിയിൽ പോകണം, മോശം പോകണം എന്നുള്ള തോന്നൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അല്ലേ. കാരണം ഒരു പൊതുവായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ നമുക്ക് എന്തും കൂടി ചേർത്ത് കൊടുക്കാം, ഇമ്മ്യൂണോ 3+ഉം നമ്മളുടെ ഫൈറ്റ് സ്ട്രെസ്സും കൂടി കൊടുക്കാം. കാരണം ഫൈറ്റ് സ്ട്രെസ്സിൽ ഓൾറെഡി ഒരു തിപ്പലിയും കൂടി ആ ഒരു എന്താണ് ആ ഒരു ഡയജഷനെ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ് ഉള്ളതായിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് വെൽ ഹാർട്ടിന്റെ കൂടെ ഫൈറ്റ് സ്ട്രെസ്സും കൂടി ചേർത്ത് നമുക്ക് നൽകാവുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ എല്ലാവർക്കും നൽകാവുന്നതാണ്. ഡിപ്രഷനിലേക്ക് കടന്ന ഒരു വ്യക്തിക്ക് ഫൈറ്റ് സ്ട്രെസ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഡിപ്രഷനിലൊക്കെ നമ്മൾ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതും ശ്രദ്ധിക്കാം. ബൈപോളാർ ഡിസോർഡർ പോലുള്ളതിലൊന്നും നമ്മളുടെ ഫൈറ്റ് സ്ട്രെസ് കൊണ്ട് മാത്രം മാനേജ് ചെയ്യും.